നമസ്കാരം. ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ഒന്ന് മോടി പിടിക്കാനുള്ള ഒരുക്കത്തിലാണ്. ആശുപത്രിയിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. അതേസമയം സ്റ്റാഫ് പാറ്റേൺ പുതുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മന്ദഗതിയിലാകുമ്പോൾ ആശങ്കയിൽ തന്നെയാണ് പൊതുജനം. മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു കൂടുതൽ പുതുമകളോടെ. ഉദ്ഘാടനം ജനുവരി 4 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഏറെ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളെ ജനം നോക്കിക്കാണുന്നത്. ഒപ്പം ആശങ്കയുമേറെ. ജില്ലാ ആശുപത്രിക്കായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന്റെ കൈമാറ്റവും ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ 4 പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രൌഢാന്തരീക്ഷത്തിലാണ് നടന്നത്. പ്രധാന ബ്ലോക്കിൽ നിർമ്മിച്ച ലിഫ്റ്റ്, മോർച്ചറി കെട്ടിടത്തിന് മുകളിൽ നിർമ്മിച്ച ഫാർമസി സ്റ്റോർ, മാതൃശിശു ബ്ലോക്കിൽ നവീകരിച്ച ഓഫീസ്, സ്കിൽ ലാബ് എന്നീ പദ്ധതികളാണ് MLA ഉദ്ഘാടനം ചെയ്തത്. തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ MLA ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ്, HMC അംഗങ്ങളായ കുറ്റീരി മാനുപ്പ, AK നാസർ, RMO TK അബ്ദുൾ റസാഖ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റു പല ജില്ലകളിലും മലപ്പുറത്തിന്റെ 4-1 ജനസംഖ്യ പോലും ഇല്ലാത്ത ജില്ലകൾ നമുക്കുണ്ട്. പക്ഷേ ജനസംഖ്യാനുപാതികമായിട്ടുള്ള സൗകര്യങ്ങൾ മലപ്പുറത്തിനുണ്ടായോ എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നമുക്ക് ജില്ലാ ആസ്പത്രികൾ 3 ജില്ലാ ആസ്പത്രികൾ നിലവിലുണ്ട്. ഒരു മെഡിക്കൽ കോളേജ് പേരിനുണ്ട്. താലൂക്ക് ആസ്പത്രികൾ വേറെയുണ്ട്. എന്നാൽ ആരോഗ്യരംഗത്തെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത് ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു വിഭവ വിതരണം മലപ്പുറത്ത് ഇനിയും നടക്കാത്തത് കൊണ്ടാണ്. നവീകരിച്ച ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ MLAയ്ക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും നൽകിയ നിവേദനം ചർച്ചയായി. ഡിസംബർ 5 ആശുപത്രിയിൽ ഡോക്ടറെ നിയമിച്ച് ഉത്തരവിറങ്ങിയിട്ടും ഇതുവരെയും ചുമതലയേൽക്കാത്തത് HMC അംഗം കുറ്റീരി മാനുപ്പ ചോദ്യം ചെയ്തു. അതേ ആശുപത്രിയിൽ അതിലും കൂടുതൽ ഏറ്റവും ഓങ്കോളജിസ്റ്റിന് ഞങ്ങളുടെ ചോദ്യം അതല്ല, 2 ദിവസം കൂടുതൽ ആരാണ് ഒരു ദിവസമായി കുറച്ചതിന്റെ അധികാരം. രണ്ടാമത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി DMO കൊടുത്ത ഓർഡറിൽ 26 ദിവസം ഒരു നടപടിക്രമം അല്ലാതെ ഇരിക്കാനായി ആരാണ് അതിന് പിന്തുണ കൊടുക്കുന്നത്? രണ്ടും അന്വേഷിക്കുന്നതായി 1.86 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് ജില്ലാ ആശുപത്രിയിൽ നടന്നത്. അതേസമയം സൌകര്യങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെയും ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കാത്തത് വലിയ രീതിയിൽ പൊതുജനങ്ങൾക്കിടയിൽ അസംതൃപ്തിയുണ്ടാക്കുന്നുണ്ട്. ലക്ഷ്യ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കിയ പല സൌകര്യങ്ങളും ഇപ്പോഴും പൊതുജനങ്ങൾക്ക് പല കാരണങ്ങളാൽ അന്യമാണ്. സ്റ്റാഫ് പാറ്റേൺ പുതുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ മന്ദഗതിയിൽ നീങ്ങുകയാണ്. വേണ്ടത്ര ഡോക്ടർമാരുമില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയോട് കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് ആവശ്യം. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.